ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, വേഗത്തിൽ ചില ദൈവപ്രവർത്തികൾ കാണണം, അനുഭവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് ഓർത്തുകൊണ്ട് നാം പല പ്രാർത്ഥനാവശ്യങ്ങളെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. നിശ്ചയമായി കർത്താവ് വേഗത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ മടുത്തു പോകാതെ ദൈവം പ്രവർത്തിക്കുവോളം, കൃപ ചെയ്യുവോളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-8 വചനങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞിട്ട് അവസാനമായി പറയുന്ന വാചകമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അതെ, വീണ്ടും എടുത്തു പറയുന്നു, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആരെയാണ് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നത്? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവർക്ക്. അതേ, പകലെന്നല്ല രാത്രി എന്നല്ല വ്യത്യാസമില്ലാതെ സമയം കണ്ടെത്തി ഏത് തിരക്കുകളുടെ ഇടയിലും നാം ദൈവസന്നിധിയിലിരുന്ന് ആ കർത്താവിനോട് നമ്മുടെ വിഷയങ്ങളെ പറഞ്ഞ് സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങൾ നടക്കുവാൻ വേണ്ടി മാത്രമല്ല, ആ ദൈവത്തോടുള്ള സ്നേഹം നാം പ്രകടിപ്പിച്ച് ദൈവം ചെയ്ത നന്മകളെ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ആ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് നമ്മുടെ വിഷയങ്ങളെയും ആ ദൈവത്തോട് നാം പറയുമ്പോൾ സ്തോത്രം, നിശ്ചയമായി കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതെ, മാത്രമല്ല തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി സ്തോത്രം സ്തോത്രം. ഈ നാളുകളിൽ ഹല്ലേലൂയ മനുഷ്യരോട് നമ്മുടെ വിഷമങ്ങളെ പറഞ്ഞ് നാം കരയുന്നതിനേക്കാളും ഉപരി ദൈവസന്നിധിയിൽ നാം നിലവിളിച്ചാൽ നിശ്ചയമായി കർത്താവ് നമ്മുടെ നിലവിളി കേട്ട് മറികടന്ന് പോകുകയില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തും. മൂന്നാമതായി വായിക്കുന്നു, രാപ്പകൽ സ്തോത്രം, സമയം വ്യത്യാസമെന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി. മൂന്നാമത് തൻ്റെ വൃദ്ധന്മാർക്ക് വേണ്ടി. പ്രിയ ദൈവമക്കളെ, നാം ജീവിതശുദ്ധിയുള്ളവരാണോ? സ്തോത്രം. അതേ, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് നാം വായിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് നാം പറയുന്നത് പോലെ തന്നെ അശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാകുന്നു. ആയതിനാൽ ഓരോ നാളും കറകളങ്കം മാലിന്യങ്ങളും ഒന്നുമില്ലാതെ നമ്മെ തന്നെ നാം ശുദ്ധീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു വെടിപ്പാക്കപ്പെട്ടുകൊണ്ട് പരിശുദ്ധത്തോടെ നാം കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി വേഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തും. സ്തോത്രം. അതേത് രീതിയിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നാലും സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മുടെ നിലവിളി കേട്ട്, നമ്മുടെ പ്രാർത്ഥന കേട്ട്, നമ്മുടെ മാതൃകാപരമായ വിശുദ്ധ ജീവിതം കണ്ട് കർത്താവ് മൗനമായിരിക്കത്തില്ല. നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. അതും വേഗത്തിൽ. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് നമ്മെ രക്ഷിക്കുക നമ്മുടെ കർത്താവ് പ്രാപ്തനായ ദൈവമാണ്. സ്തോത്രം. ഈ വചനം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. എന്നാൽ 8-ാം വചനത്തിൽ വായിക്കുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അതേ, വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ഒരു ചെറിയ കാര്യങ്ങൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ്, ആദ്യ വിശ്വാസം വിട്ടുകളഞ്ഞ് അനേകർ യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഉറച്ച
ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ന്യായങ്ങൾ, നമ്മുടെ സ്തോത്രം, ഒരു നീതി ലഭിക്കുവാൻ കഴിയാതെ, ന്യായമായ ഒരു മറുപടി ലഭിക്കുവാൻ കഴിയാതെ, സ്തോത്ര ഭൂമിയിൽ ആർക്കും നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ എഴുന്നേൽക്കും. വേഗത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എന്നാൽ ആ വേഗത്തിൽ എന്ന വാക്ക് അവിടെ പറയുമ്പോൾ തന്നെ ആ വേഗത്തിൽ സംഭവിക്കുന്നത് വരെയും നാം മടുത്തു പോകുവാൻ പാടില്ല. സ്തോത്രം, നാം ക്ഷീണിച്ചു പോകുവാൻ പാടില്ല, പിറുപിറുക്കുവാൻ പാടില്ല. വിശ്വാസത്തോടെ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. സമയ വ്യത്യാസമെന്നെ രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കാം. ദൈവത്തോട് നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയാം. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാം. നിശ്ചയമായി കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും ഏറ്റവും അടുത്തു. ഇതാ ഞാൻ വേഗം വരുന്നു എന്നറിയിച്ചത് കർത്താവിൻ്റെ ആ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം, വരവിൻ്റെ പ്രത്യാശയോടെ ആയിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതേ നാഥ, ഇനിയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, അതേത് അസാധ്യമായ വിഷയങ്ങളായിരുന്നാലും, പ്രതീക്ഷയ്ക്ക് ഒട്ടും വകയില്ലാതിരിക്കുന്ന കാര്യങ്ങളായിരുന്നാലും പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ നാളുകളിൽ മടുത്തു പോകാതെ സമയവ്യത്യാസമില്ല രാപ്പകൽ ദൈവത്തോട് നിലവിളിക്കുന്നവരായി, അങ്ങയോട് പ്രാർത്ഥിക്കുന്നവരായി കർത്താവേ സ്തോത്രം, അങ്ങയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ നാളുകളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാണ്. അതേ നാഥ, വേഗത്തിൽ ചില അത്ഭുത പ്രവൃത്തികൾ എന്നാൽ അങ്ങയുടെ സമയത്ത് അങ്ങ് ചെയ്തെടുക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് നാടുകൾ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മറുപടി ലഭിച്ച് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.